നമ്മുടെ ക്ഷേത്രങ്ങളിലെത്തുന്ന വരുമാനത്തിന്റെ ബഹുഭൂരിഭാഗവും സാധുക്കളായ ഭക്തർ നൽകുന്ന സംഭാവനകളോ സമർപ്പണങ്ങളോ തന്നെയാണ്. അവരുടെ ഇഷ്ടദേവനോ ദേവിക്കോ ലക്ഷക്കണക്കിന് രൂപ വഴിപാടായി നൽകുന്നവരും ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ സ്പോൺസർ ചെയ്യുന്ന സമ്പന്നരായ വിശ്വാസികളും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഭക്തിയെ മുതലെടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ശക്തമായി ഇന്ന് വാദിക്കുന്നവരും ഇതേ വിശ്വാസി സമൂഹം തന്നെയാണ്. കാരണം അവരുടെ അകമഴിഞ്ഞ ഭക്തിയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ടത്. എന്തായാലും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്ന കരാർ ഏറ്റെടുത്ത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനിയും കുരുക്കുമുറുകുമെന്നതിൽ സംശയമില്ല. കാരണം കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടിക്കണക്കിന് രൂപ ചൂഷണം ചെയ്തുവെന്നും അതിൻ്റെ നിർണായക വിവരങ്ങളുമൊക്കെ ദേവസ്വം വിജിലൻസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് വില കൂടിയ ഒരു സമർപ്പണം നടത്താൻ 5ഓളം പേരിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയിരുന്നതായാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ഇയാൾ ബ്ലേഡ് പലിശയ്ക്ക് നൽകിയിരുന്നതായും വിജിലൻസിന് വിവരം ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരമൊരു വലിയ തട്ടിപ്പിന്റെ വിവരം വിജിലൻസിന് ലഭിച്ചത്. കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ അയ്യപ്പ ഭക്തരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന ഇരകൾ. സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ ഇയാൾ വെറുതെ വിടും. ഒരു സമർപ്പണത്തിനായി ഇയാൾ പലരിൽ നിന്നായി പണം വാങ്ങുകയും അതിൽ ഓരോ ആളുകളുടെയും പണം ഉപയോഗിച്ചാണ് ഈ സമർപ്പണങ്ങൾ നടത്തിയതെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ചൂഷണത്തിനിരയാകുന്ന അയ്യപ്പ ഭക്തർ വിചാരിക്കുന്നത് അവരുടെ കൂടി പണം ഉപയോഗിച്ചാണ് സമർപ്പണങ്ങൾ നടന്നത് എന്നുള്ളതാണ്. ഇതേ രീതിയിൽ വിവാദ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശാനും ഇയാൾ ഒന്നിലധികം ധനികരിൽ നിന്ന് പണം വാങ്ങിയതായും വിജിലൻസിന് വിവരം ലഭിച്ചു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക രേഖകളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയതുകൊണ്ട് തന്നെ പണം നൽകിയവർക്ക് തട്ടിപ്പ് കണ്ടുപിടിക്കാനുമായില്ല. സംഭവത്തിൽ എന്തായാലും വിശദമായ അന്വേഷണത്തിലാണ് വിജിലൻസ്. നേരത്തെ ചെന്നൈയിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതായുള്ള സൂചന വിജിലൻസിന് ലഭിച്ചിരുന്നു. സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്ന് 2019 ജൂലൈ 20 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഓഗസ്റ്റ് 25 ചെന്നൈയിലെത്തിയത്. ഇതിനിടയിലുണ്ടായ ഈ ഒരു കാലതാമസമാണ് വിജിലൻസിൽ സ്വാഭാവികമായും സംശയമുണ്ടാക്കിയതും. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചതായാണ് വിജിലൻസിന്റെ മറ്റൊരു കണ്ടെത്തൽ. സ്വർണ്ണപ്പാളി മാറ്റി മറ്റൊരു സ്വർണ്ണപ്പാളി നിർമ്മിച്ച് സന്നിധാനത്ത് സ്ഥാപിക്കാനുള്ള നീക്കമാണോ നടന്നതെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. സമാനമായ മറ്റൊരു പാളി നിർമ്മിക്കാൻ നേരത്തെ തന്നെ ആസൂത്രണം നടന്നുവെന്നും വിജിലൻസ് സംശയിക്കുന്നു. എന്തായാലും ഇതിനായി ക്ഷേത്രത്തിൽ സ്പോൺസർമാരുടെ സംഗമവും പൂജകളും നടത്തിയിട്ടുണ്ടാകാം. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി ബംഗളൂരു ക്ഷേത്രത്തിൽ ഉണ്ടാകാമെന്നും വിജിലൻസ് സംശയിക്കുന്നു. ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത വരണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നീക്കങ്ങളും വിജിലൻസ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വീഴ്ച സംഭവിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും സമ്മതിക്കുന്നു. 1999 മുതൽ ഇതുവരെയുള്ള ഇടപാടുകൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും. 2019 സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ ഉദ്യോഗസ്ഥതല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. സ്വർണ്ണപ്പാളി ഒരിക്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. അങ്ങനെ കൊടുത്തുവിട്ടതിൽ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ബോർഡിന്റെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനും ധാരണയില്ലെന്നും PS പ്രശാന്ത് തുറന്നു പറഞ്ഞു. സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒടുവിൽ പ്രതികരിച്ചത്. അതേസമയം ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠം കാണാതായത് സംബന്ധിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും PS പ്രശാന്ത് പറയുന്നു. അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് ആസൂത്രണത്തിന് പിന്നിൽ. ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത്. ശബരിമലയിലെ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമാണ്. എന്നാൽ ഇത് കോടതിയെ ധരിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. മുന്നിൽ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിമർശനമെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. 1998 വ്യവസായി വിജയ് മല്യ ശബരിമല ശ്രീകോവിലിലും ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. ഇതിന് 2019 മങ്ങലേറ്റു. ഇതോടെ സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുകയായിരുന്നു. 2019 ജൂലൈ മാസം തിരുവാഭരണ കമ്മീഷണർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, തന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ചു. ഇത് പിന്നീട് തൂക്കി നോക്കിയപ്പോൾ 4 കിലോയുടെ കുറവ് അനുഭവപ്പെട്ടു. പിന്നീട് തിരുവാഭരണ കമ്മീഷന്റെ സാന്നിധ്യത്തിൽ സ്വർണം പൂശുകയും തിരികെ അത് സന്നിധാനത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇതിനുശേഷവും സ്വർണ്ണപ്പാളികൾക്ക് മങ്ങലേറ്റു.
ഇതോടെ അറ്റകുറ്റപ്പണികൾക്കായി വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇത് തന്റെ അറിവോടെയല്ല എന്ന് കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. വിഷയം പരിഗണിച്ച കോടതി 4 കിലോ എവിടെ പോയെന്ന രൂക്ഷ വിമർശനവും അന്ന് ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പീഠവിവാദം ഉയർന്നത്. 2019 സ്വർണം പൂശി നൽകിയപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശി 2 താങ്ങുപീഠങ്ങൾ കൂടി അധികമായി നൽകിയെന്നും ഇത് ദേവസ്വത്തിന്റെ കൈവശമുണ്ടെന്നും ആരോപിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തി. ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾ മുൻപായിരുന്നു ഈ ആരോപണം. ഇത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ഈ പീഠങ്ങൾ കണ്ടെടുത്തു. ഈ പീഠങ്ങൾ 2021 മുതൽ കൈവശമുണ്ടായിരുന്നുവെന്നും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൈമാറിയെന്നും വ്യക്തമാക്കി സഹായി വാസുദേവനും രംഗത്തെത്തിയിരുന്നു. 2019 ആഗസ്റ്റ് 29-നാണ് ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട്സ് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചത്. 1 മാസം ഇവ അനധികൃതമായി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. സ്വർണം പൂശുന്നതിന് മുൻപ് 38,258 ഗ്രാം ചെമ്പുപാളികളാണ് നേരിൽ കണ്ടതെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് കാണിച്ചിറക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവിലും ചെമ്പുപാളി എന്നാണ് എഴുതിയിരുന്നത്. ഈ വർഷം വീണ്ടും ദ്വാരപാലക ശില്പപാളി സ്വർണം പൂശാൻ കൊണ്ടുപോയതും വിവാദമായതാണ്. തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞ കേസിലാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. മാത്രമല്ല, സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികൾ പിരിച്ചെടുത്തുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും പണം പിരിച്ചുവെന്നും ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തി. ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ദേവസ്വത്തിന് നൽകി. മാല ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ ശാന്തിമാർക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്തതെന്നും പരിശോധനയിൽ നിന്നും വ്യക്തമായി. ശബരിമലയിൽ വില കൂടിയ സമർപ്പണങ്ങൾ നടത്താനുള്ള ഇടനിലക്കാരനായി മാറിയതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന പേരിൽ ഇതര സംസ്ഥാനത്തുള്ളവർക്കിടയിലും അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇത്തരത്തിൽ വിവിധ ധനികളിൽ നിന്നുള്ള പണം സമാഹരിച്ചുള്ള ഒരു സ്പോൺസർഷിപ്പായിരുന്നു ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം പൂശലെന്നും വിവരം കിട്ടിയിട്ടുണ്ട്. സന്നിധാനത്ത് ഒരു ദിവസത്തെ അന്നദാനത്തിന്റെ ചെലവ് മുഴുവനായി വഹിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിരുന്നു. ഇതിന് ദേവസ്വത്തിൽ അടയ്ക്കേണ്ട തുക 6 ലക്ഷം രൂപയാണ്. എന്നാൽ ഇതിന്റെ 4-5 മിനിറ്റ് തുകയാണ് ഇയാൾ പിരിച്ചിരുന്നത്. സാധുക്കളായവർക്ക് അയ്യപ്പ ഭക്തരുടെ സഹായത്താൽ വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കായംകുളം കണ്ണമ്പള്ളിയിലാണ് 2 നിർധനർക്ക് വീട് വെച്ച് കൊടുത്തത്. ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താത്ത 2 അയ്യപ്പ ഭക്തരായിരുന്നു ഇതിനായി സാമ്പത്തിക സഹായം നൽകിയതും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഈ കൊടും തട്ടിപ്പ് വിശ്വാസി സമൂഹത്തിനിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങളിലെ വരവ് ചെലവുകൾക്ക് കൃത്യമായ ഓഡിറ്റിംഗ് ഏർപ്പെടുത്തണമെന്നും അത് ഭക്തർക്ക് കാണാൻ സാധിക്കും വിധം ക്ഷേത്രങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നുള്ള വാദങ്ങളും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.